ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനി എത്ര നരച്ച മുടിയാണെങ്കിൽ ഏത് പ്രായക്കാർക്കാണ്, പ്രായം ഏതുമാകട്ടെ, ഇനി നീ ഇതൊന്ന് തുള്ളി തൊട്ടാൽ മാത്രം മതി, നമ്മുടെ എത്ര നരച്ച മുടിയാണെങ്കിലും കട്ടക്കറുപ്പാകും. ഇനി 80 വയസ്സായാലും 90 വയസ്സായാലും നമുക്ക് മുടി നരക്കത്തേയില്ല. അഥവാ നരച്ച മുടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും, നല്ല കട്ടക്കറുപ്പാക്കി എടുക്കാൻ ഇത് മാത്രം മതി. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒട്ടും കെമിക്കൽ ഇല്ലാതെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് എല്ലാവരും അതുപോലെ ചെയ്തുകൂടെ നോക്കൂ കേട്ടോ. ഫസ്റ്റ് ടിപ്പ്, നമ്മുടെ വീട്ടിൽ പാലൊക്കെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ നോക്കിയിരുന്നാൽ പോലും ചിലപ്പോൾ പാൽ തിളയ്ക്കാറില്ല. അങ്ങോട്ടൊന്ന് മാറി കഴിയുമ്പോൾ തിളച്ച് ഫുള്ള് തൂകുകയും ചെയ്യും. നമ്മുടെ ഗ്യാസ് അടുപ്പെല്ലാം നശിച്ചു പോവുകയും ചെയ്യും. പല രീതിയിൽ നമുക്ക് പാൽ തിളച്ച് തൂകാതിരിക്കാൻ ടിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സ്പൂൺ ഇട്ട് കൊടുക്കുക, നമ്മുടെ തടിത്തവി ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു പിടിയല്ല, ഒരു സ്പൂൺ അരിയാണ്. ഏതരിയാണേലും മതി. നമുക്കൊന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് ഇട്ട് വെക്കുക. പാല് തിളയ്ക്കുന്നതിന് മുമ്പ്, പാലെടുപ്പത്ത് വെക്കുന്ന മുമ്പ് ഇട്ട് വെക്കുക. എത്രയെന്ന് തിളച്ചാന്ന് പറഞ്ഞാൽ തിളച്ച് പൊങ്ങി ആ പാല് പോകത്തില്ല കേട്ടോ. അരിയായത് കാരണം യാതൊരു ഇതുമില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ ചായ കാപ്പിയൊക്കെ വെച്ച് കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 2-3 തരി അരിയാണെങ്കിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു സ്പൂൺ അരിയാണ് ചുമ്മാ വന്നിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മളിവിടെ ചക്കയൊക്കെ വെട്ടുമ്പോൾ, ഈ ചക്ക വെട്ടുമ്പോൾ നമ്മുടെ കത്തിയിലും അതുപോലെ നമ്മുടെ കയ്യിലും ഒക്കെ അരക്ക് പറ്റാറുണ്ട് അല്ലേ. ചിലപ്പം മണ്ണെണ്ണയൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ ചിലരൊക്കെ മണ്ണെണ്ണയൊക്കെ തൂത്തിട്ടായിരിക്കും. എന്നാലും മണ്ണെണ്ണയുടെ ചെവ നമ്മുടെ ചക്കയിലൊക്കെ പറ്റും. വെളിച്ചെണ്ണ ഉള്ളവർ വെളിച്ചെണ്ണയും തൂക്കും. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ, വെളിച്ചെണ്ണയോ മണ്ണെണ്ണയോ അതുപോലെ തന്നെ പാം ഓയിലോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചക്ക വെട്ടിയെടുക്കാം. അപ്പോൾ ഈ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. ചക്ക വെട്ടുന്നതിന് മുമ്പ് ആ വെള്ളത്തിലേക്ക് കത്തിയും നമ്മുടെ കൈയും കൂടെ ഒന്ന് മുക്കിയതിന് ശേഷം ഒന്ന് ചക്ക വെട്ടി നോക്കുക. ഒരു തുള്ളി പോലും കഠിനമായിട്ടുള്ള കറയുണ്ടല്ലോ, ഈ അരക്ക് ഫുള്ളും അങ്ങനെ ഒന്നും കൈ പിടിക്കും. ചെറിയ രീതിയിലേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് എണ്ണ കൊണ്ട് തൂത്തിട്ട് പോകുന്ന രീതിയിലൊന്നും നമുക്ക് കയ്യിലത് പറ്റത്തില്ല കേട്ടോ. കൈ ഇതുപോലെ കയ്യിലൊന്ന് വെള്ളം ഒന്ന് മുക്കുക. അതുപോലെ കത്തിയിൽ മുക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നല്ല അടിപൊളിയായിട്ട് ചക്ക നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഒരു തുള്ളി പോലും അരക്ക് പറ്റാതെ ഞാൻ ഇവിടെ ചക്കത കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കൂനിയും കൂടെ വെട്ടിക്കളയാം. അത് നമുക്കൊന്ന് കണ്ടു നോക്കും. നല്ല രീതിയിൽ തന്നെ, നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് അരക്കൊന്നും പിടിക്കാതെ തന്നെ ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചക്ക വെട്ടിയായിട്ട് കൈ നോക്കും. ഒരു തുള്ളി പോലും അരക്ക് പിടിച്ചിട്ട് ചക്കച്ചുളയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ട പോലെ അടത്തി എടുക്കാവുന്നതാണ് കണ്ട. അപ്പോൾ ചിലർ ചക്ക വെട്ടി കഴിയുമ്പോൾ കയ്യിലെല്ലാം അരക്ക് പിടിച്ചിട്ടും പിന്നെ നമ്മളത് കളയാൻ വേണ്ടി അതിൻ്റെ പിറകെ നടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും, കൊറോണ സമയത്ത് നമുക്കെല്ലാവർക്കും മാസ്ക് നിർബന്ധമായിരുന്നു അല്ലേ. അതുപോലെ ഇങ്ങനത്തെ പല പല മോഡലിൽ ഒരുപാട് മാസ്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തുണിയുടെ മാസ്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തുണിയുടെ മാസ്ക് ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫാൻ ക്ലീൻ ചെയ്യുന്നത് ചുക്കിലിക്കമ്പോ ഇതൊന്നും വേണ്ട. ഈ ഒരു മാസ്ക് പോലത്തെ ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു കവർ പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ലെഗിൻസ് ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫാനിൽ ഈ ചുക്കിലൊക്കെ അടിക്കുമ്പോൾ തറയിലെല്ലാം ചുക്കിൽ താഴെ വീഴുകയും നമുക്ക് ജലദോഷം അലർജിയൊക്കെ ഉള്ളവർക്ക് അലർജിയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ നമുക്ക് അലർജി ഒന്നും ഇല്ലാതെ തന്നെ ഒരു തുള്ളി പോലും പൊടി താഴെ പോകാതെ നമ്മുടെ ഫാൻ എങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കാം. ഈ ഒരു മാസ്കിൻ്റെ ഹോള് ഇതിലേക്ക് കടത്തി വിടുക. എന്നിട്ട് അതുകൊണ്ട് കൈ കൊണ്ട് ഇതേ രീതിയിൽ തൂത്തെടുക്കുക. കണ്ടില്ലേ, ഇതേ രീതിയിലാണ് ഞാൻ തൂത്തെടുക്കുന്നത്. കണ്ട, ഇത് ഫുള്ളാ കവർ ചെയ്തിട്ടിട്ട് എന്നിട്ട് ചുമ്മാ ഒന്ന് തൂത്തെടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മുടെ മാസ്കിനുള്ളിലേക്ക് ആ പൊടി ഫുള്ളും വീഴുന്നതായിരിക്കും. ഒരു തുള്ളി പോലും തറയെ വീഴത്തുമില്ല. നല്ല ക്ലീൻ ആയിട്ട് കിടക്കും. കണ്ട, നമ്മുടെ തറയിലോട്ട് ഒരു തുള്ളി പോലും പൊടി വീണിട്ടില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. ഫാൻ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങി. ഒരു തുള്ളി വെള്ളവും ഒന്നും ഇട്ട് തുടയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ. ഇപ്പം നോയമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ക്ലീനിങ്ങിന് ചെയ്യുന്ന അമ്മമാരും സ്ത്രീകളും ഒക്കെ എല്ലാവരും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ലപോലെ നമ്മുടെ ഫാനൊക്കെ വെട്ടിത്തിളങ്ങും.
അതിലെ ഫാനിലെ ആ ചുക്കിലെല്ലാം പിടിച്ചിരിക്കുന്നത് നമ്മുടെ ആ ഒരു ഇതിലാണ് പറ്റി പിടിച്ചിരിക്കുന്നത്. തറയിലൊന്നും വീഴത്തില്ല, നമുക്ക് ജലദോഷം അലർജി ഒന്നും ഉണ്ടാകത്തുമില്ല. അപ്പോൾ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ ആ പത്തിരിക്ക് ഇടിയപ്പത്തിന് ഒക്കെ വീട്ടിൽ മാവ് ആട്ടി വെക്കും. അപ്പോൾ നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ ഒക്കെ ബുദ്ധിമുട്ട്, ഇപ്പോൾ ചൂടോട് കൂടിയായിരിക്കും വേണം നമ്മൾ ഈ പത്തിരിക്കൊക്കെ കുഴയ്ക്കാം. അപ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളുകയും അതുപോലെ തന്നെ ഒരുപാട് ശക്തിക്കിട്ട് കുഴയ്ക്കുകയൊക്കെ വേണം. അതിന് പകരം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ എടുക്കുക. അതിനുശേഷം ആദ്യം ഗ്ലാസ്സിലേക്ക് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആ പാത്രം തന്നെ വെച്ച് നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇടിയപ്പത്തിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും മാവ് കേട്ടോ. നല്ല പഞ്ഞി വെളുത്ത നല്ല നൂലായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്കിവിടെ വീശിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പത്തിരിക്കാണെങ്കിൽ പത്തിരി നല്ല നൈസായിട്ട് പൊങ്ങി ബോൾ പോലെ പൊങ്ങി വരികയും ചെയ്യും. ഇങ്ങനെ തന്നെ അത് ഈ ഒരു ഇതുകൊണ്ടാണ് ഞാനൊന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ കൈ പൊള്ളത്തുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ശക്തിക്കൊന്നും കുഴക്കേ കൈ വേദനിക്കത്തോ ഒന്നുമില്ല. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഇതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കുഴച്ചിട്ട് ഇടിയപ്പം എല്ലാം നല്ല സൂപ്പറായിട്ട് ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കൂട്ടി കൊടുക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇത് എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇടിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇടിയപ്പം ചുട്ടത് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് കേട്ടോ. മാവിൻ്റെ ആ ഒരു സോഫ്റ്റ് കണ്ടില്ല, നല്ല ചൂടുള്ള മാവുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരുപാട് ശക്തിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കുഴയ്ക്കുവാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇടിയപ്പം ഞാനിവിടെ എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കണ്ട. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ട്. ചിലർ പറയും എങ്ങനെയൊക്കെ ഇടിയപ്പം ഉണ്ടാക്കുക, ഭയങ്കര കട്ടിയാന്ന് പറയും. അപ്പോൾ നല്ല കുഴ പറ്റാത്തത് കൊണ്ടാണ്. അപ്പം ഇത് കുഴയ്ക്കാൻ അങ്ങനെ കൈ കൊണ്ട് കുഴയ്ക്കാൻ പാടുള്ളവർ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച് കുഴച്ച് നോക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം ഉണ്ടാകുന്ന അകാല നര, അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടുണ്ടാകുന്നത്, കൊച്ചു കുട്ടികൾക്കുണ്ടാകുന്ന എല്ലാം ഇപ്പോൾ ഭക്ഷണ രീതി, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ തന്നെ പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികൾക്ക്, ജോലിക്കാർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. മാസത്തിൽ ഒരൊറ്റ തവണ തേച്ചാൽ മാത്രം മതി, അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇത് എല്ലാ മാസവും ചെയ്യണമെന്നൊന്നുമില്ല, എല്ലാ ആഴ്ചയും ചെയ്യണമെന്നൊന്നുമില്ല. ഒരൊറ്റ മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മാത്രം മതി കേട്ടോ. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇരുമ്പ് ചട്ടിയിലേക്ക് മൈലാഞ്ചി അരച്ചതാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ നാടൻ മൈലാഞ്ചി നാച്ചുറലായിട്ടുള്ളതാണ് മൈലാഞ്ചി. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തത് കയ്യിലിടാൻ വേണ്ടി അരച്ചെടുത്തപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തുള്ളൂ. ഇല്ലെങ്കിൽ മൈലാഞ്ചി അരച്ചില്ല, മൈലാഞ്ചി ഇല ഉണ്ടെങ്കിൽ മൈലാഞ്ചി ഇല ഒരു പിടി ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂൺ നിങ്ങൾക്ക് എത്ര മുടി നരച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് വേണം ഇതെല്ലാം ചേർക്കാൻ. പിന്നെ ഇവിടെ കുറച്ചെടുത്ത് 1 ടീസ്പൂൺ തേയിലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഫ്ലെയിം ആദ്യം കൂട്ടി കൊടുത്തിട്ട് പിന്നെ കുറച്ചിട്ട് നല്ലപോലെ തേയിലയൊക്കെ വെന്ത് അതിൻ്റെ കളർ ഇറങ്ങുന്നിടം വരെ നമുക്ക് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് കുറുക്കി നല്ലപോലെ എടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് തലയിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇത് വളരെ നല്ലതാണ്. മൈലാഞ്ചി ഇല നാച്ചുറലായിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഹെന്ന പൊടി എടുക്കുക. ഇതിലേതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും നല്ല മൈലാഞ്ചി ഇല തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ടിപ്പുകളും ഞാൻ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട്. ഹെയർ ഡേയുടെ നാച്ചുറലായിട്ടുള്ളതാണ് എല്ലാം ഇട്ടിരിക്കുന്നത്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകുന്നതാണ്. നമ്മൾ ഇത്രയൊക്കെ ഇച്ചിരി കഷ്ടപ്പെട്ടാൽ നമ്മുടെ മുടിയൊക്കെ നമുക്ക് കാലങ്ങളോളം നര വരുത്താതെയും അതുപോലെ പൊടിഞ്ഞു പോകാതെയും കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ ചെയ്യുവാണെങ്കിൽ തന്നെ മുടി ആർത്ത് കിളുക്കുകയും കൂടെ ചെയ്യും കേട്ടോ. കെമിക്കലൊന്നും മേടിച്ച് നമ്മുടെ മുടിയൊന്നും കളയേണ്ട കാര്യമില്ല. പല അസുഖങ്ങൾ വരും അങ്ങനെയൊക്കെ ചെയ്യുമ്പം. അതൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കും. കുറച്ച് കഷ്ടപ്പെട്ട നല്ല രീതിയിൽ മുടി കറുപ്പായി കിട്ടും. അപ്പോൾ നമുക്ക് അത് തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് അരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ഇരുമ്പ് ചട്ടിയിലേക്ക് 1 ടീസ്പൂണോളം മൈലാഞ്ചിപ്പൊടി, നമ്മൾ ആദ്യം അരച്ച മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂണോളം മൈലാഞ്ചിപ്പൊടി ഇടുക. അല്ലെങ്കിൽ നിങ്ങൾ അരച്ച് വെച്ച മൈലാഞ്ചി തന്നെ എടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് അരച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പേർക്ക് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കൂട്ടി എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം നമ്മുടെ നീലാമ്പരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നീലാമ്പരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നീലാമ്പരിപ്പൊടി 1 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ. അപ്പം ഒരുപാട് 2 ടീസ്പൂൺ ഒന്നും വേണ്ട, എല്ലാം 1 ടീസ്പൂൺ അനുസരിച്ചുള്ള എടുത്താൽ മതി. അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബീട്രൂട്ടിൻ്റെ പൊടിയാണ് കേട്ടോ. ബീട്രൂട്ട് അരച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം മൈലാഞ്ചി തിളപ്പിച്ച മിക്സിൻ്റെ കൂടെ ഇട്ട് തിളപ്പിച്ചാലും മതി, ഇല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി എടുത്താലും മതി. ബീട്രൂട്ട് പൊടി നമ്മുടെ മുടീനെ മൈലാഞ്ചിയുടെ കൂടെ തന്നെ നല്ല ചുമക്കുമ്പോൾ അതൊരുമാതിരി വേറൊരു കളറിൽ നല്ല ബർഗണ്ടി കളർ പോലെ ഒരു കളറിലേക്ക് നമ്മുടെ മുടി കൊണ്ടുവരികയും
ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടിയിൽ അതിനോട് ചേർന്ന് തന്നെ കട്ട കറുപ്പാകാൻ സഹായിക്കുകയും കൂടെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമുക്ക് എപ്പോഴാണ് സമയമുള്ളത് അതിനനുസരിച്ച് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് 1-2 മണിക്കൂർ നിങ്ങൾക്ക് സമയമുള്ള അത്രയും നേരം തലയിൽ വെക്കുക. അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് 30 മിനിറ്റ് ആ സമയങ്ങളിൽ കഴുകി കളഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് ഇത്രയും ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണാണ് ബീട്രൂട്ട് പൊടി ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ മിക്സിനെ കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യം അത് കറക്റ്റായിരുന്നു കേട്ടോ. ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു രാത്രി ഫുള്ള് നമ്മൾ അടച്ച് വെക്കണം കേട്ടോ. ഇത് അന്നപ്പോൾ തന്നെ യൂസ് ചെയ്യില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ടൈമില്ലെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റ് ആകേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ 15 മിനിറ്റ് എങ്കിലും ഇതൊന്ന് അടച്ച് വെക്കേണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. ഞാൻ ഇപ്പോൾ രാത്രിയിലാണ് ചെയ്ത് വെക്കുന്നത്. ഇത് രാവിലെയാണ് ഞാൻ ഇതെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെന്നയും ഇൻഡിഗോയും അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൊടിയെല്ലാം കൂടെ ചെയ്ത് ഇവിടെ മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് രാവിലെ ഇതിൻ്റെ റിസൾട്ട് കാണാം. അടിപൊളി നെറ്റിക്ക് നല്ല ബ്ലാക്ക് കളറിലായിട്ട് വരുന്നുണ്ട്. അത് നല്ലപോലെ നമ്മുടെ മുടിയിൽ പിടിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇൻഡിഗോ പൗഡറും കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിരിക്കുന്ന ആ വീഡിയോ മുടി ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അടിപൊളിയായിട്ട് കറുത്ത് കിട്ടിയിട്ടുണ്ട്. അതേ ഒരു കറുപ്പ് ഇതിനും കിട്ടുന്നതാണ്. ഹെന്ന സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒറ്റ യൂസ് ഇത് മാത്രം ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ മുടി നല്ല കട്ടക്കറുപ്പാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കി നല്ല കണ്ടില്ലേ ഇതേ രീതിയിൽ നമ്മുടെ ആ ഒരു മിക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പപ്പയുടെ ഇലയിലും അതുപോലെ ഇക്കയുടെ ഇലയിലും എൻ്റെ മുടിയിലും എല്ലാമാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾക്ക് വരെ ഇപ്പം നമുക്ക് ചെയ്ത് കൊടുക്കും. 4 വയസ്സുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇപ്പോഴത്തെ കുട്ടികളുടെ എല്ലാം മുടി നരച്ച് വരുന്നുണ്ട്. അവർക്കെല്ലാം വളരെ നല്ലതാണ്. മുടി കൊഴിയത്തില്ല, അലർജി വരത്തില്ല. അതുപോലെ തന്നെ മുടി ആർത്ത് കിളുക്കും, വെട്ടി മുടക്കും. മുടി അത്രയ്ക്ക് നല്ലതാണ്. ഹെന്ന പൗഡർ ഹെന്നയൊക്കെ മൈലാഞ്ചിയൊക്കെ മുടിക്ക് നല്ലതാണ്. എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാം ചെയ്ത് നോക്കും. ഞാൻ എൻ്റെ തലയിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.